ഹലോ ഗൈസ്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാഴ്ചയാണ് സബ്സ്ക്രിപ്ഷൻ. 10 മണി 11 മണിക്ക് ശേഷം വെളുപ്പാങ്കാലം 1:30-2 മണി വരെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഷാള് താഴേക്ക് വീണാൽ, മുന്താണി താഴേക്ക് വീണാൽ, സൈഡ് തെരിഞ്ഞു നിന്നാൽ, അതുപോലെ തന്നെ ബ്ലൗസിനകത്തൂടെയുള്ള ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്വയം മ്ലേച്ഛമായ തരത്തിൽ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന കുറേ കുട്ടികളല്ല കുറേ വ്യക്തികളുടെ എണ്ണം, കുറച്ച് സഹോദരിമാരുടെ എണ്ണം കൂടി വരുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ആസക്തമായ കണ്ണുകളോടെയും മനസ്സുകൊണ്ടും ചിന്തിച്ച് പലരും ഈ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ പ്രദർശിപ്പിക്കുന്നവരറിയുന്നില്ല, ഒരുപക്ഷെ നാളെ ഇവർക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗാതി പീഡകൾ പിടിച്ച് ആശുപത്രിയിൽ ഈ പണം പോകുമെന്നും ഡോക്ടർമാർക്കും മെഡിസിൻ ഈ പണം പോകുമെന്നും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പുതിയ തലമുറയെ ബാധിച്ചിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ക്യാൻസറാണ് ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രേണുസുതി അടക്കമുള്ള മുൻനിര റീൽസ് നായികമാർ എല്ലാം തന്നെ കൂട്ടത്തോടെ ഇപ്പോൾ ഇത്തരത്തിൽപ്പെട്ട ഒരു പരിപാടിയിലേക്ക് നീങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം സീരിയൽ അടക്കമുള്ള അല്ലെങ്കിൽ ആൽബങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്താൽ കിട്ടുന്ന തുകയുടെ മാനം ഇരട്ടിയാണ് ഇത്തരത്തിൽപ്പെട്ട സബ്സ്ക്രിപ്ഷൻ പരിപാടിയിലൂടെ അവർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളതാണ്. അതിന് തുണി ഉരിയാൻ വരെ ഇത്തരം നായികന്മാർ റെഡിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. രാത്രി ഒരു നിശ്ചിത ടൈം കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇന്ന് തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്നുള്ളത് തന്നെയാണ് സാരം. നമ്മുടെ മുൻനിര രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക നേതാക്കന്മാരും ഒന്നും തന്നെ ഇത്തരത്തിൽപ്പെട്ട വൃത്തികേടിനെതിരെ ഒരക്ഷരം പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഏതായാലും മുൻ ബിഗ് ബോസ് താരമായ നമ്മുടെ ഡോക്ടർ രഞ്ജിത്ത് കുമാർ ഇതിനെതിരെ പബ്ലിക്കായിട്ട് വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായത്തോടും നമുക്ക് വിയോജിപ്പുണ്ട് എങ്കിലും ഈ ഒരു കാര്യത്തിൽ 100% ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായങ്ങളോട് യോജിക്കുകയാണ്. എന്തൊക്കെയാണ് രഞ്ജിത്ത് കുമാർ എന്ന് പറഞ്ഞത്, നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. പല രാഷ്ട്രീയ നേതാക്കൾക്കും, അത് ഏത് പാർട്ടിയിലാണെങ്കിലും, അവർക്ക് സീറ്റ് മതി, അവർക്ക് കസേരകൾ മതി, അവർക്ക് അധികാരങ്ങൾ മതി. പക്ഷേ കുട്ടികൾ വഴിപിഴച്ചു പോകുന്നതിന് ശ്രദ്ധിക്കാൻ ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാഴ്ചയാണ് സബ്സ്ക്രിപ്ഷൻ. ഏതോ ചിലർ ഒരു മാസം 10,000 20,000 പേരുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാസം 40 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞും അതിനെ പ്രോത്സാഹിപ്പിച്ചല്ല, ആ വരുമാനം കാണിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികളിലേക്ക് പഠനത്തിന് താല്പര്യമുണ്ടാക്കാത്ത, ശരീരമനങ്ങി പണമുണ്ടാക്കാൻ താല്പര്യപ്പെടാതെ, ഉഡായിപ്പിലൂടെയും സൂത്രത്തരത്തിലൂടെയും ശരീര പ്രദർശനങ്ങളിലൂടെയും പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. ആരും പ്രതികരിച്ച് കണ്ടില്ല. ാണ് പുതിയ തലമുറയിൽ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന UP സ്കൂളിലെയും ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കോളേജിലെയും വിദ്യാർത്ഥികൾ, യുവതലമുറയിലെ ആൺകുട്ടികൾ ബഹുഭൂരിപക്ഷം പേരും, കുറേ പെൺകുട്ടികളും ഇങ്ങനെയുള്ള ജോലി ചെയ്യാതെ കുറേ ഉഡായിപ്പോടുകൂടി പണം ഉണ്ടാക്കുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾ അവരുടെ ഈ വീഡിയോകൾ രാത്രി 10 മണി 11 മണിക്ക് ശേഷം വെളുപ്പാങ്കാലം 1:30-2 മണി വരെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഷാള് താഴേക്ക് വീണാൽ, മുന്താണി താഴേക്ക് വീണാൽ, സൈഡ് തെരിഞ്ഞു നിന്നാൽ, അതുപോലെ തന്നെ ബ്ലൗസിനകത്തൂടെയുള്ള ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്വയം മ്ലേച്ഛമായ തരത്തിൽ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന കുറേ കുട്ടികളല്ല കുറേ വ്യക്തികളുടെ എണ്ണം, കുറച്ച് സഹോദരിമാരുടെ എണ്ണം കൂടി വരുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പുതുതലമുറയെ വഴിതെറ്റിക്കുന്നതിന് വലിയ ഒരു പങ്ക് ഇത്തരം യുവതികൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇതിൽ നമ്മുടെ UP സ്കൂൾ അടക്കമുള്ള കുട്ടികൾ മുതൽ അങ്ങോട്ട് എല്ലാവരും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഇതിനെ വരിസംഖ്യ എന്ന് പറഞ്ഞുകൊണ്ട് മാസത്തിലൊരു നിശ്ചിത തുക ഇവർ നിശ്ചയിക്കുകയാണ്. ആ തുക വെച്ചുകൊണ്ട് മാസവരുമാനത്തിൽ നല്ലൊരു സംഖ്യ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ചിലപ്പോൾ 50 ലക്ഷവും അതുപോലെ തന്നെ 60 ലക്ഷവും കോടിക്കണക്കിന് രൂപയും എല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്ന് സമ്പാദിക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കുന്നു. പക്ഷേ നാണവും മാനവും എല്ലാം വിറ്റാലും കാശ് കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഇത്തരത്തിൽപ്പെട്ട ആൾക്കാർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്നില്ലേ എന്നാണ് രഞ്ജിത്ത് കുമാർ നമ്മോട് ചോദിക്കുന്നത്. കൂടി വരുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് തന്നെയാണ്, ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഒരു
10 മണി മുതൽ നേരം വെളുക്കുന്ന 5 മണി വരെ അല്ലെങ്കിൽ ഒരു 4 മണി വരെ സമയം ഇത്തരം തോന്നിവാസങ്ങളുടെ അയിഞ്ഞാട്ടമാണ് നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ചിലപ്പോൾ നമ്മൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച രേണു സുധിയെ അടക്കമുള്ള ഇത്തരം ആൾക്കാരുടെ വീഡിയോ ഒരു പരിധി കഴിഞ്ഞാൽ വൃത്തികെട്ട രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഓണാക്കുന്ന സമയത്ത് അത്തരത്തിൽപ്പെട്ട റീൽസുകളും വീഡിയോകളുമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ പുതിയ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസറാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പെട്ടെന്ന് തന്നെ ഇതിനൊരു അനന്തര നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ നമ്മുടെ പുതുതലമുറയിൽപ്പെട്ട കുട്ടികൾ, ചുരുക്കി പറഞ്ഞാൽ ഹൈസ്കൂളിലേക്കൊക്കെ കടക്കുന്ന കുട്ടികൾ, അവരുടെ ബുദ്ധിയെ തന്നെ മോശമായ രീതിയിൽ ഇതിനെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബാക്കി കാര്യങ്ങൾ നമ്മുടെ രഞ്ജിത് കുമാർ പറയുന്നുണ്ട്, നമുക്ക് അതുകൂടി കേൾക്കാം. പക്ഷേ ഇപ്പം രാത്രികാലങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠനമുറിയിലേക്ക് കയറി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ പാർട്ടികളായ പണത്തിന് ആസക്തി പിടിച്ച ശരീരം പ്രദർശിപ്പിക്കുന്ന കുറേ ആൾക്കാർ, ആരാണിവർ? ഇവർ കുടുംബജീവിതം നേരെ ചൊവ്വേ നടത്തുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് കുറച്ചുപേർ ഡൈവേഴ്സ് കഴിഞ്ഞവരാണ്. അവർക്ക് പുരുഷന്മാരോട് വൈരാഗ്യവും വെറുപ്പും മാത്രമാണ്. എങ്ങനെയും തൻ്റെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആൺകുട്ടികളെയും പുരുഷന്മാരെയും വേണമെങ്കിൽ ചില പെൺകുട്ടികളെ ഒക്കെ വീഴ്ത്തുന്ന തരികിട തന്ത്രങ്ങൾ. ചില സ്ഥലങ്ങളിൽ ഭർത്താക്കന്മാരായ പുരുഷന്മാർ തന്നെ ഇതിന് ക്യാമറ പിടിച്ചു കൊടുക്കുന്നു എന്നുള്ള ന്യൂസും ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇനി വേറെ ചില സ്ഥലങ്ങളിൽ എന്ത് കാണിച്ചും പണം ഉണ്ടാക്കുക, പണമാണ് പ്രധാനം, പണമുണ്ടായാൽ എല്ലാം നേടാൻ കഴിയുമെന്ന മിഥ്യാ ധാരണ മാത്രം. എൻ്റെ സഹോദരങ്ങളെ, പൊതുസമൂഹം നിങ്ങളെ കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു പട്ടിയുടെ വില പോലും സമൂഹത്തിലുണ്ടാകില്ല. ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഓർക്കുക. അവർ സ്വന്തം മക്കളെ, നിങ്ങളുടെ മക്കളെ ഏത് കണ്ണിലൂടെയായിരിക്കും കാണുക, എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയാൻ കഴിയില്ല. പണമില്ലെങ്കിൽ കഞ്ഞി കുടിച്ചാണെങ്കിലും, ഒരു വലിയ വരുമാനം ഇല്ലെങ്കിൽ ചെറിയ വരുമാനത്തിൽ അന്തസ്സായി ചമ്മന്തിയും കഞ്ഞിയും പയറും കഴിച്ചാണെങ്കിലും തൻ്റെ സംസ്കാരവും തൻ്റെ കുലീനത്വവും തൻ്റെ അഭിമാനവും നഷ്ടപ്പെടുത്താതെ ജീവിക്കാനായിട്ട് ശ്രമിച്ചാൽ ഒരുപക്ഷെ ഗുണം ലഭിക്കും. ഈ ഒരു അഭിപ്രായത്തോടെ എനിക്ക് 100% യോജിപ്പാണ്. കാരണം എന്ത് നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, പണം മതി എന്ന് പറയുന്ന ചില ഡിവോഴ്സ് ആയ ചില പെണ്ണുങ്ങളും, അതുപോലെ തന്നെ ചില ആണുങ്ങളോട് വിരോധമുള്ള ചില പെണ്ണുങ്ങളും, അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ക്യാമറ പിടിച്ചുകൊണ്ട് ഭാര്യമാരെ കൊണ്ട് ഇത്തരം ചേരുകൾ ചെയ്യിക്കുന്ന ചില വൃത്തികെട്ടവന്മാരും സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിലുള്ള പൈസ ഉണ്ടാക്കുന്ന യുവതികളോട് രഞ്ജിത് കുമാർ പറയുകയാണ്, നിങ്ങൾക്കിതിലും നല്ലത് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് കഞ്ഞിയും അതുപോലെ തന്നെ ചമ്മന്തിയും കഴിച്ചിട്ട് വീട്ടിലിരുന്നാൽ അതിനൊരു അഭിമാനവും ഒരു ചാരിതാർത്ഥ്യവും ഒക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് രഞ്ജിത് കുമാറിനോട് പറയാനുള്ളത്, എന്തെങ്കിലും രീതിയിൽ ഒരു അഭിമാനമോ ചാരിതാർത്ഥ്യമോ തറവാടിത്തരമോ ഉള്ള ആരെങ്കിലും ഇത്തരത്തിൽപ്പെട്ട ഒരു പരിപാടിക്ക് പോകുമോ സാർ? ഒരിക്കലുമില്ല. ഇവർ അത്തരത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലോ അത്തരത്തിൽപ്പെട്ട ആൾക്കാരാണ്. കുറച്ച് കഴിഞ്ഞാൽ പണത്തിന് വേണ്ടിയിട്ട് എന്ത് തോന്നിവാസവും കാണിക്കും. അവർക്ക് പണമാണ് മുഖ്യം. അതിൽ ഭർത്താവ്, ഭാര്യ, ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എന്നിങ്ങനെ യാതൊരു വേർതിരിവും അല്ലെങ്കിൽ ജാതിയോ മതമോ ഒന്നും തന്നെ ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഇത്തരം ഒരു കാര്യത്തിൽ നമ്മുടെ ജാതീയതയ്ക്കൊക്കെ അതീതമായിട്ട് എല്ലാവർക്കും മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നാളെ ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരുടെ അമ്മമാരുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരോട് ചോദിക്കില്ലേ, തീർച്ചയായിട്ടും നിൻ്റെ അമ്മ ഇത്തരത്തിൽപ്പെട്ട ഒരു ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ തല കുനിഞ്ഞ് അവിടെ ആൾക്കാരുടെ മുന്നിൽ എളിമ്പനായിട്ട് ഇരിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങളുടെ മക്കൾക്ക് സമൂഹത്തിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തെരുവീതിയിലേക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടി സാധിക്കുക എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മുടെ രഞ്ജിത് സാർ പറയുകയാണ്, ഇത്തരത്തിൽപ്പെട്ട വൃത്തികെട്ട ശരീരപ്രദർശനം നടത്തുന്ന സ്ത്രീകളോടാണ്. നമുക്ക് അതുകൂടി കേൾക്കാം. 2, ഇങ്ങനെ സമൂഹത്തിലെ ഒരുപാട് ആൾക്കാരുടെ കണ്ണുകൾ ദൃഷ്ടിദോഷം എന്ന് പലർക്കും അറിയാം. ഇങ്ങനെ തൻ്റെ ശരീരത്തിൽ സൗന്ദര്യം ദൈവം കൊടുത്തത് ഞാൻ വേദം പഠിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരുപാട് പുണ്യം ചെയ്ത നല്ല വ്യക്തിത്വങ്ങളാണ് ഇന്ന് കൂടുതൽ സൗന്ദര്യത്തോടുകൂടി ജനിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അങ്ങനെ കിട്ടിയ ദൈവാനുഗ്രഹത്തോട് കിട്ടിയ സൗന്ദര്യങ്ങളെ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ആസക്തമായ കണ്ണുകളോടെയും മനസ്സുകൊണ്ടും ചിന്തിച്ച് പലരും ഈ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ പ്രദർശിപ്പിക്കുന്നവരറിയുന്നില്ല ഒരുപക്ഷെ നാളെ ഇവർക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗാതിപീഠകൾ പിടിച്ച് ആശുപത്രിയിൽ ഈ പണം പോകുമെന്നും ഡോക്ടർമാർക്കും മെഡിസിൻ ഈ പണം പോകുമെന്നും. അപ്പോൾ ഇത്തരത്തിൽ പ്രദർശിപ്പിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇതൊന്ന് കാണണം. മതവിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും രഞ്ജിത് കുമാർ പറഞ്ഞത് 100% സത്യമാണ്. അത്തരത്തിൽപ്പെട്ട ആകർഷണങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ
ശരീരത്തിൽ തീർച്ചയായിട്ടും ക്യാൻസർ അടക്കമുള്ള വലിയ വലിയ സൂക്കേടുകൾ ഉണ്ടായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ പൈസ മറ്റൊരു ഹോസ്പിറ്റൽ കൊണ്ടുപോയി കൊടുക്കാനേ തികയുള്ളൂ എന്നുള്ളത് തന്നെയാണ് സത്യം. നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാവുന്ന വരുമാന വളർച്ച കണ്ടിട്ട് നിങ്ങളാരും അന്തം വിടേണ്ടതില്ല. ആത്യന്തികമായിട്ട് അവരുടെ നാശം അവരുടെ കൈകളിൽ തന്നെ ഭദ്രമാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. തീർച്ചയായിട്ടും ഇതിനോട് എനിക്ക് യോജിപ്പാണ് തോന്നുന്നത്. കാരണം ഇത്തരത്തിൽപ്പെട്ട ഇങ്ങനെ ഒറ്റയടിക്ക് കയറി പൈസയൊക്കെ ഉണ്ടാക്കിയ ഇന്നത്തെ മലയാള സിനിമയിലും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലുമെല്ലാം പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ അവസാനം നോക്കിയാൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഒന്നെങ്കിൽ കരൾ സൂക്കേടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ സൂക്കേടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടോ ചികിത്സയിലാണ് അവർ ഭൂരിഭാഗം ആൾക്കാരും ഇന്ന് കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ് രഞ്ജിത്ത് കുമാർ പറഞ്ഞ ഈ അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത്തരത്തിൽപ്പെട്ട അഭിപ്രായങ്ങളോടെല്ലാം മറുപടിയുമായിട്ട് നമ്മുടെ രേണുസുതി ഏതായാലും എത്തിയിട്ടുണ്ട്. എന്താണ് അവസാനമായിട്ട് അവർക്ക് പറയാനുള്ളത്? നമുക്ക് അതുകൂടി കേട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അവരോട് പ്രതികരിക്കാനുള്ള ഒരുപാട് സന്തോഷം. കാരണം നല്ല പ്രമോഷനാണ്. 3000 അടുത്ത സബ്സ്ക്രിപ്ഷൻ. ഇപ്പോൾ ഇനി എനിക്കൊന്ന് 2-3 ദിവസം കൂടെ ആകുമ്പോൾ 3000 സബ്സ്ക്രിപ്ഷൻ ആവും. നിങ്ങൾ എനിക്ക് ഒരുപാട് നല്ല നല്ല പ്രമോഷൻസ് ആണ് തരുന്നത്. ഒരുപാട് സന്തോഷം. ഇത്തരം വീഡിയോ ചെയ്യുന്ന റിയാക്ട് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാരും അതുപോലെ തന്നെ പ്രതികരിക്കുന്ന രഞ്ജിത്ത് കുമാർ അടക്കമുള്ള ആൾക്കാരോടും രേണുസുതിക്ക് പറയാനുള്ളത്, എൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾ എനിക്ക് ചെയ്യുന്നത് വലിയ ഉപകാരമാണ് എന്നാണ് പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ ഏകദേശം 3000-ഓട് അടുത്തിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ രേണുസുതിയുടെ മാസവരിസംഖ്യ എന്ന് പറയുന്നത് 180 രൂപയാണ്. അപ്പം 3000-നെ 180 കൊണ്ട് കുടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏകദേശം 4,50,000 രൂപ മാസത്തിൽ ഈ ഒരു സബ്സ്ക്രിപ്ഷനിലൂടെ തുടക്കത്തിൽ ഒരു മാസം കൊണ്ട് തന്നെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീക്ക് സാധിക്കുകയാണ്. അപ്പോൾ ഒരു 2-3 കൊല്ലം കഴിയുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ആ വരിക്കാർ 3 എന്നുള്ളത് ഒരു 30,000-ലേക്ക് പോകും. അപ്പോൾ ആ 30,000-നെ ഒരു 180 കൊണ്ട് നിങ്ങൾ ഗുണിച്ച് നോക്കൂ, ലക്ഷക്കണക്കിന് രൂപ വരുമാനം വരും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എക്സ്ക്ലൂസീവ് കണ്ടന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. എന്താണ് ഈ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് നിങ്ങൾ ചിന്തിച്ച് കണ്ടുപിടിക്കുക. അത്തരത്തിൽപ്പെട്ട രീതിയിലേക്ക് പോകുന്ന സമയത്താണ് നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ഈ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളെല്ലാം അതിൽ വീണു പോകുന്നത് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അവർക്ക് കൊടുക്കുന്ന നമ്മുടെ ഈ ക്യാഷുകളെല്ലാം തന്നെ ഇത്തരത്തിൽപ്പെട്ട സബ്സ്ക്രിപ്ഷൻ പരിപാടിക്കും മറ്റുമായി അവർ യൂസ് ചെയ്ത് അവരുടെ ബുദ്ധി മറ്റൊരു തലത്തിലേക്ക് പോകാൻ അത് കാരണമാകും. ഇത്തരം വൃത്തികേടിനെതിരെ തീർച്ചയായിട്ടും സമൂഹം ഒന്നടങ്കം പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുട്ടികൾ എത്തരത്തിലാണ് അവർക്ക് കൊടുക്കുന്ന പൈസകൾ യൂസ് ചെയ്യുന്നത് എന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക കൂടി വേണം. ഇതുകൂടി തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.